ചെറിയൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. എന്നെ കുഞ്ഞാണ് കുവൈത്തിൽ നിന്നും. ഇന്ന് രാവിലെ തന്നെ ഒരു 5 മിനിറ്റ് നല്ല സന്തോഷം ഉണ്ടായ ഒരു ടൈമായിരുന്നു. രാവിലെ തന്നെ ഉണ്ട് ഒരു ഫോണ്. ഒരു കുവൈത്ത് നമ്പറിന്ന് വാട്സപ്പിലാണ് വന്നത്. അപ്പോൾ കോൾ എടുത്തപ്പോൾ പറഞ്ഞു ഞങ്ങൾ കുവൈത്ത് DHL നിന്ന് വിളിക്കുന്നതാണ്. നിങ്ങൾക്കൊരു കൊറിയർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിന്റെ ശേഷമാണ് എൻ്റെ പേരും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. നാട്ടിലെവിടെയാണ്, പിന്നെ എൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊന്നും അവരെ കയ്യിൽ ഇല്ല. അപ്പോൾ ഞാൻ എവിടെ നിന്നാണ് കൊറിയർ വന്നത്? അപ്പോൾ കൊറിയർ വന്നത് ദുബായിൽ നിന്നാണ്. ദുബായിൽ എവിടുന്ന്? ദുബായിൽ സംസം മൊബൈലിൽ നിന്നും. അതായത് നിങ്ങൾ ടിക്ടോക്കിലും ഇൻസ്റ്റയിലൊക്കെ കാണുന്നുണ്ടാവും. സംസം മൊബൈൽ, 2 പാകിസ്ഥാനി ചെറുപ്പക്കാർ നടന്നൊരു മൊബൈൽ കട. അവര് ഇരട്ടയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അവർ ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അത് മുതലെടുത്തിട്ടാണ് ഇവർ വിളിച്ചിട്ടുണ്ടായിരുന്നത്. വിളിച്ചതിനോട് പറഞ്ഞ് നിങ്ങൾക്കൊരു ഐഫോൺ, അതുപോലെ തന്നെ ഒരു സ്മാർട്ട് വാച്ച്, വേറൊരു ഇയർഫോൺ, അങ്ങനെ 1-2 കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തന്നു. My dear, congratulations, you Dubai 2 parcel iPhone Ultra watch. I am gifting you parcel. Congratulations, okay? Okay, thank you. Your box number. You from India, Bangladesh, Pakistan, bro? I'm from India. You from? You live in Kuwait or India? Kuwait. In here? Kuwait, no problem. Your box number. I send your parcel iPhone Ultra watch. I send your photo, parcel photo, okay? You say WhatsApp, okay? Okay. Thank you, sir. Thank you. You check the box number. Your iPhone Ultra watch. I pair you. Congratulations, very, very congratulations. Zamzam Electronic and Ahmed Abdullah DHLA. And congratulations, my dear. Okay. Okay, thank you. Alhamdulillah. You from, my dear? I'm from Kerala. Kerala. You're from Kerala. I'm MCB Bank. MC Bank Dubai. No, MCB, immigration officer, Muhammad Dal, Pakistani officer, MCB Bank. Okay? This Pakistani bank? Yeah. You immigration officer in the Pakistani. വാജിക്കതിൽ നിങ്ങൾക്കിത് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത് റിസീവ് ചെയ്യണം. അപ്പോൾ അതിന് ഞാൻ എന്താ ചെയ്യണം, നിങ്ങൾ ലൈവ് ലൊക്കേഷൻ, നിങ്ങളൊരു ഫോട്ടോ, നിങ്ങളുടെ ഫുൾ പേര്, അതുപോലെ തന്നെ നാട്ടിലെവിടെയാണ്, ഇന്ത്യക്കാരനാണോ ബംഗ്ലാദേശുകാരനാണോ പാകിസ്ഥാനാണോ, ഇതൊന്നും അറിയൂല. ഇങ്ങനെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവരോട് കുറച്ച് സമയം ഞാൻ അവരെ പിടിച്ചു നിർത്തി സംസാരിച്ചപ്പോൾ എനിക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടി. കുവൈത്ത് നമ്പർ എന്നാണ്, സാധാരണക്കാർ പെട്ടുപോകും. അപ്പോൾ എന്നോട് വിളിച്ചു പറഞ്ഞ് ഇത് നിങ്ങൾക്ക് അയച്ചു തരാം, നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ അടുത്തുള്ള അൽമുല്ല എക്സ്ചേഞ്ചിലോ അല്ലെങ്കിൽ ലുലു എക്സ്ചേഞ്ചിലോ ഏതെങ്കിലും പോയിട്ട് ഒരു 30 KD ഞാൻ തരുന്ന ബാങ്ക് അക്കൗണ്ടിൽ ഇട്ട് തരണം എന്ന് പറഞ്ഞു. പിന്നെ ചോദിച്ചാൽ ഇവിടുത്തെ ദുബായ് അക്കൗണ്ട് അല്ല, പാകിസ്ഥാനിലെ അക്കൗണ്ടാണെന്ന് പറഞ്ഞു. പൊട്ടനാണ് വിളിക്കുന്ന ആള്. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള തട്ടിപ്പ് ഇത് മുമ്പേ ഉള്ളതാണ്. അത് പല രീതിയിലും വരുന്നുണ്ട്. ഇപ്പം അത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയിട്ട് വന്നതാണ്. അപ്പോൾ സാധാരണക്കാർ, ഇപ്പോൾ വീട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാരൊക്കെ ഇതിൽ പെട്ടുപോകും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയൊന്നും ഫ്രീ ആയിട്ട് നിങ്ങൾക്കൊന്നും ആരും ഗിഫ്റ്റ് ഒന്നും അയക്കൂല. അഥവാ അയക്കുന്നതിന് നിങ്ങൾക്ക് മുമ്പ് ഇൻഫർമേഷൻ തന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ഗിഫ്റ്റൊക്കെ നമുക്ക് തരുന്നാൽ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ട ഒരിക്കലും വരുന്നില്ലല്ലോ. അപ്പോൾ പിന്നെയുള്ള സംശയം, ഇതെങ്ങനെയാണ് അവർ പാകിസ്ഥാനിൽ നിന്ന് വിളിക്കുന്നതെന്ന്. നിങ്ങൾ സാധാരണ നിങ്ങൾക്ക് പിന്നെ മുമ്പൊക്കെ നിങ്ങളുടെ മൊബൈലിൽ OTP വന്നിട്ടുണ്ട്, അതൊന്ന് പറഞ്ഞതാന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ. മുമ്പ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് എക്സ്പയർഡ് ആയിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് റിന്യൂവൽ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്, നിങ്ങളുടെ ഫോണിൽ OTP വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന അവർ നമ്മുടെ മൊബൈൽ ഹാക്ക് ചെയ്തിട്ട്, അത് ഹാക്ക് ചെയ്ത് പറഞ്ഞാൽ OTP അവർ വാട്സപ്പ് അവരുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യും. എന്നിട്ട് അവർ ഈ ഒരു തട്ടിപ്പ് തുറന്നു. അപ്പോൾ സുഹൃത്തുക്കൾ, ഇതിലൊന്നും പോയി ആരും പെട്ടുപോകരുത്. ഇങ്ങനെയൊക്കെ പല വിധത്തിലുള്ള തട്ടിപ്പും ഇപ്പൊ നാട്ടിലും ഗൾഫിലും ഒക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഫേക്കാണ്. അപ്പൊ ഈ ഐഫോണും അതുപോലെ തന്നെ ഇതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആരും വീണ് പോകരുത്. അപ്പൊ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക.